ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 സെപ്റ്റംബർ മാസ ഫലം. അത് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പ്രഥമമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഓരോ വ്യക്തികളും അതീവ ശ്രദ്ധയും ജാഗ്രതയും ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആവശ്യമാണ്. അതുപോലെ തന്നെ ഭാഗ്യാവസ്ഥകളുമുണ്ട്, ഉയർന്ന ഭാഗ്യാവസ്ഥകൾ. അവ ഏതൊക്കെയാണ് എന്ന് വിചിന്തനം ചെയ്യാം. ഏതേത് കാര്യങ്ങൾക്ക് ഭാഗ്യാവസ്ഥകൾ വരാം. ഒന്നാമതായിട്ട് ഭാഗ്യഭാവം, അത് ധനു രാശിക്കാർക്ക് മേടം രാശിയുടെ അധിപൻ ആയിരിക്കുന്ന ചൊവ്വായും ചിങ്ങം രാശിയുടെ അധിപനായിരിക്കുന്ന ആദിത്യനുമാണ്. ഇവ രണ്ടും നല്ല പവർഫുൾ ആയിട്ടുള്ള ഗ്രഹങ്ങളാണ്. ചൊവ്വ നിവൃത്തി സ്ഥാനത്തും ആദിത്യൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലും 15 ദിവസം കഴിയുമ്പോൾ തൊഴിൽ ഭാവത്തിലേക്കും മാറുന്നു സെപ്റ്റംബർ മാസത്തിൽ. അങ്ങനെ ആ രണ്ട് ഗ്രഹങ്ങളുടെ സ്ഥിതിയും പകർച്ചയും ഒക്കെ നോക്കുമ്പോൾ എല്ലാവിധ ഭാഗ്യാവസ്ഥകളും വന്നു ചേരുവാൻ യോഗമുണ്ട്. അതായത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും പിത്തസംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ദേഷ്യമൊക്കെ വർദ്ധിക്കുന്നതിനോ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാനോ പാടില്ല. അതായത് ചൊവ്വ നിവൃത്തി സ്ഥാനത്ത് നേർദൃഷ്ടി ആരൂഢം, അതായത് ധനു രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ പല വിധത്തിലും ദേഷ്യം വർദ്ധിക്കുക, അതുപോലെ തന്നെ വീര്യം വർദ്ധിക്കുക, പ്രവർത്തനക്ഷമത വർദ്ധിക്കുക, അതൊക്കെ വളരെ നല്ലതാണ്. പ്രവർത്തനക്ഷമത വർദ്ധിക്കുന്നതിനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും അതുപോലെ തന്നെ കാര്യക്ഷമതയോടുകൂടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ച് വിജയിക്കുവാനൊക്കെ യോഗം ആ ചൊവ്വ തരും. അതോടൊപ്പം തന്നെ ഭാഗ്യാധിപനായിരിക്കുന്ന ആദിത്യൻ 9ാം ഭാവത്തിൽ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഉയർന്ന ഭാഗ്യാവസ്ഥകളും, അത് ഭാഗ്യാധിപൻ തൊഴിൽ സ്ഥാനത്തേക്ക് മാറുമ്പോൾ ഉപജീവന മാർഗം, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഉപജീവന മാർഗങ്ങൾ. ചെറിയ ചെറിയ നിത്യവൃത്തിക്ക് വേണ്ടി മാത്രം ഉള്ള തൊഴിലുകൾ ചെയ്യുന്നവർ ധാരാളമുണ്ട്. അതുപോലെ തന്നെ വൻകിട പദ്ധതികൾ നടത്തുന്നവരുണ്ട്. മറ്റുള്ളവർക്ക് കൂടി ഉപജീവന മാർഗമായി ആകത്തക്ക രീതിയിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവർ, അവർക്കും ഒക്കെ വളരെ നല്ലതാണ്. അതായത് ഏതൊരു ആൾക്കും പ്രവർത്തന രംഗത്ത് കാര്യക്ഷമമായി പ്രവർത്തിക്കുക വഴി അധികാരം വന്നു ചേരും, സ്ഥാനമാനങ്ങൾ വന്നു ചേരും. അത് ഗവൺമെൻറ് ജോലിക്കാർക്കോ അതുപോലെയുള്ള അധ്യാപകര് അങ്ങനെയുള്ളവർക്കും മാത്രമല്ല, പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അതിൻ്റെതായ വിജയങ്ങൾ വന്നിച്ചേരും. സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളായാലും നിർമ്മാണ യൂണിറ്റുകളായാലും വൻകിട ബിസിനസ്സുകൾ, ഡീലർഷിപ്പ്, എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ളവർ, കൂടാതെ ഷെയർ മാർക്കറ്റിംഗ്, ബ്രോക്കറിംഗ് കാര്യങ്ങൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ ഈ സെപ്റ്റംബർ മാസത്തിൽ അപ്രതീക്ഷിതമായ വിജയങ്ങൾ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. അതൊക്കെ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ടും നല്ല വിജയങ്ങൾ വരും. അതുപോലെ തന്നെയാണ് സാങ്കേതിക വിദ്യാ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും നല്ലതാണ്. കൂടാതെ പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്കും നല്ലതാണ്. കണ്ടകശിനിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ അധിക സമയം പഠനത്തിനും ശ്രദ്ധയും ഒക്കെ വേണം. അതുപോലെ അലസത പാടില്ല. കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ഹാജരാകുകയും ചെയ്യുന്ന ജോലിയിൽ സത്യസന്ധതയും കൃത്യനിഷ്ഠയും ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ജോലി പോകും. ഉള്ള ജോലി വലിയ ജോലി, പൊസിഷനുള്ള ജോലിയാണ്, നല്ല വരുമാനമുള്ള കമ്പനിയായിരുന്നു, ലാഭം വന്നു ചേർന്നതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടകശനിയാണ്. അപ്പോൾ സത്യസന്ധമായ കാര്യങ്ങളിലല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർ അടിപൊളിഞ്ഞു പോകുന്ന രീതിയിലുള്ള പരാജയങ്ങൾ വരുവാൻ ഈ കണ്ടകശനിക്കാലത്താണ് ഇതൊക്കെ വരിക. അതുവരെയൊക്കെ നല്ല രീതിയിലൊക്കെ ചെറിയ ചെറിയ കള്ളത്തരമൊക്കെ കാണിച്ച് വിജയിക്കാം. ബിസിനസ്സുകളായാലും തൊഴിൽ രംഗത്തായാലും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആകാം. പക്ഷേ അത് കണ്ടകശനിയിൽ പാടില്ല. കൂടാതെ വ്യാഴം അഷ്ടമം എന്ന ഭാവത്തിലാണ് നിൽക്കുന്നത്.
രാശിയുടെ അധിപനും സുഖസ്ഥാനത്തിന്റെ അധിപനുമായിരിക്കുന്ന വ്യാഴം അഷ്ടമം എന്ന നാശസ്ഥാനത്താണ് നിൽക്കുന്നത്. വളരെ ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് ഇളക്കം വരുന്നതിനും ആരോഗ്യവും നഷ്ടപ്പെട്ട് ശാരീരികമായ ദൗർബല്യങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നിച്ച്, വിദേശത്ത് പോകുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക്, വിദ്യാഭ്യാസ കാര്യത്തിനോ തൊഴിൽ കാര്യത്തിനോ ഒക്കെ പോകുവാൻ ശ്രമിക്കുന്നവർക്കും നല്ലതാണ്, നല്ല സമയമാണ്. ചൊവ്വ അനുഗ്രഹിച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ഭൂമി വാങ്ങണം എന്നാഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരും. വാഹനം വന്നു ചേരുവാൻ യോഗമുണ്ട്. ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമായാലും വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സമയമാണ് ഈ മാസം. ശത്രുക്കൾ വർദ്ധിക്കാതെ നോക്കണം. ശത്രുക്കളുടെ കുത്സിത ബുദ്ധികളിൽ അടിപതറാതെ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അടിത്തറയോടുകൂടി സ്റ്റേണായിട്ട് ചെയ്യുക. വിജയം സുനിശ്ചിതമായും വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിക്കുക. അതുപോലെ തന്നെ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും ദോഷങ്ങളൊക്കെ മാറും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അതുകൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോരുത്തരുടെയും കഷ്ടതകളും നഷ്ടങ്ങളും ഉള്ള ഏത് കാര്യമാണോ ആ രംഗത്ത് കഷ്ടതകൾ മാറുമോ എന്നൊക്കെ അറിയുന്നതിന് ജാതകം നോക്കുന്നതിനും കവടിയാൽ നോക്കുന്നതിനും ഒക്കെ നേരിട്ട് വരുന്നതിനും ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.